Good afternoon. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പമ്പിനെ പറ്റിയാണ് പഠിച്ചത് അല്ലേ? ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ടർബൈൻസ് ആണ്. ടർബൈൻസിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് നോക്കാനുള്ളൂ. അതായത് 3 ടർബൈൻസ് പഠിക്കാനുണ്ട്. പെൽട്ടൺ വീൽ ടർബൈൻസ്, ഫ്രാൻസിസ് ടർബൈൻ, കപ്ലാൻ ടർബൈൻ, ദെൻ ഡ്രാഫ്റ്റ് ട്യൂബ്. ഈ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ടുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് മാത്രം, അങ്ങനെ ചെറിയ ഡിസ്ക്രിപ്ഷൻ മാത്രമാണ് ഇന്നത്തേതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഇന്നത്തെ ക്ലാസ്സോട് കൂടി നമ്മൾ പെൻഡിങ്ങിൽ വെച്ചിട്ടുള്ള നമ്മുടെ തിയറി പോർഷൻസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇതോടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ പെൻഡിങ് പോർഷൻസ് എല്ലാം അവസാനിക്കും. അതിനുശേഷം നമുക്കിനി 4th മൊഡ്യൂൾ മാത്രമേ ബാക്കിയുള്ളൂ. അത് നമ്മുടെ സെക്കൻഡ് ബാച്ചിന് കംപ്ലീറ്റഡ് ആണ്. സെക്കൻഡ് ബാച്ചിന് 4th മൊഡ്യൂൾ കംപ്ലീറ്റ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ബാച്ചിന് കൂടെ 4th മൊഡ്യൂൾ എടുത്ത് തരുന്നതാണ്. എല്ലാവരും ഒരു കാര്യം ചെയ്യാം, നിങ്ങളുടെ അറ്റൻഡൻസ് ഒന്ന് ലൈവ് ചാറ്റിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ടർബൈൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പമ്പ് എന്താണെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. പമ്പ് എന്തായിരുന്നു? ലോവർ ലെവലിലുള്ളതിന് എല്ലാ വാട്ടറിനെ ഹയർ ലെവലിലേക്ക് റൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പമ്പ് യൂസ് ചെയ്തിരുന്നത് അല്ലേ? ടർബൈൻസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഹൈഡ്രോളിക് എനർജീനെ മെക്കാനിക്കൽ എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഹൈഡ്രോളിക് മെഷീൻസിനെയാണ് നമ്മൾ ടർബൈൻസ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഹൈഡ്രോളിക് എനർജിയെ മെക്കാനിക്കൽ എനർജിയാക്കി കൺവേർട്ട് ചെയ്യുന്ന ഹൈഡ്രോളിക് മെഷീൻസിനെയാണ് ഹൈഡ്രോളിക് ടർബൈൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഹൈഡ്രോളിക് എനർജീനെ മെക്കാനിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യുന്ന മെഷീൻസിനെയാണ് നമ്മൾ ടർബൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 19th സെഞ്ച്വറിയിലൊക്കെയാണ് നമ്മൾ ടർബൈൻസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഡസ്ട്രിയൽ പവറിന് വേണ്ടിയിട്ടൊക്കെയാണ് അന്നത്തെ കാലത്ത് നമ്മൾ മെയിൻലി ടർബൈൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ നൗ ഡേയ്സ് നമ്മൾ പവർ ജനറേഷന് വേണ്ടിയിട്ട്, ഇലക്ട്രിക് പവർ ജനറേഷന് വേണ്ടിയിട്ട് ടർബൈൻസ് വൈഡ്ലി യൂസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട്. കൈനറ്റിക് എനർജി ഒക്കെ യൂസ് ചെയ്ത്, വാട്ടറിൽ നിന്ന് കൈനറ്റിക് എനർജി ഒക്കെ യൂസ് ചെയ്ത്, ഡാമിൽ വെള്ളം കെട്ടി നിർത്തി കൈനറ്റിക് എനർജി ഒക്കെ യൂസ് ചെയ്ത് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നൗഡേയ്സ് ടർബൈൻസ്, വാട്ടർ ടർബൈൻസ് മോസ്റ്റ്ലി യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പല രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻസ് ഹൈഡ്രോളിക് ടർബൈൻസിലുണ്ട്.
അപ്പോൾ ജസ്റ്റ് ഇതിന്റെ ക്ലാസിഫിക്കേഷൻ ഒന്നും നമുക്ക് പറഞ്ഞിട്ടൊന്നുമില്ല എങ്കിൽ പോലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിനകത്ത് കാണുന്ന ആദ്യത്തെ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് അക്കോർഡിംഗ് ടു ദി എനർജി അറ്റ് ഇൻലെറ്റ്. ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ. ഈ രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ വെച്ച് ടർബൈൻസ് നമ്മൾ ഇമ്പൾസ് ടർബൈൻ എന്നും റിയാക്ഷൻ ടർബൈൻ എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇമ്പൾസ് ടർബൈൻ എന്നും റിയാക്ഷൻ ടർബൈൻ എന്നുമാണ് നമ്മൾ ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അത് വെച്ച് ഇമ്പൾസ് ടർബൈൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ എനർജിയും, അതായത് ഹൈഡ്രോളിക് എനർജീനെ നമ്മൾ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അവിടെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഹൈഡ്രോളിക് എനർജീനെയും നോസിലിൽ വെച്ച് കംപ്ലീറ്റ് ആയിട്ട് കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ആകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ടർബൈൻസിന് പറയുന്ന പേരാണ് ഇമ്പൾസ് ടർബൈൻ. അതിന് എക്സാമ്പിൾ ആണ് പെൽട്ടൺ വീൽ ടർബൈൻ. ക്ലിയർ? അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഹൈഡ്രോളിക് എനർജീനെയും കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ടർബൈൻസിനെ പറയുന്ന പേരാണ് ഇമ്പൾസ് ടർബൈൻ. അതിന് എക്സാമ്പിൾ ആണ് പെൽട്ടൺ വീൽ ടർബൈൻ. ദെൻ റിയാക്ഷൻ ടർബൈൻ അതെന്താണെന്ന് വെച്ചാൽ അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഹൈഡ്രോളിക് എനർജീൻ്റെ ഓൺലി ഒരു പോർഷൻ, അവൈലബിൾ ആയിട്ടുള്ള എനർജിയിൽ ഒരു പോർഷൻ മാത്രമാണ് കൈനറ്റിക് എനർജി ആയിട്ട് ടർബൈനിലേക്ക് എൻ്റർ ആകുമ്പോൾ അതിൻ്റെ ഒരു പോർഷൻ മാത്രമാണ് കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ആകുന്നുള്ളൂ എങ്കിൽ അത്തരത്തിലുള്ള ടർബൈനെ പറയുന്ന പേരാണ്, അത്തരത്തിലുള്ള എനർജീനെ പറയുന്ന പേരാണ് റിയാക്ഷൻ ടർബൈൻ. അതിന് എക്സാമ്പിൾ ആണ് ഫ്രാൻസിസ് ടർബൈനും അതുപോലെ കപ്ലാൻ ടർബൈനും. ഫ്രാൻസിസ് ടർബൈനും അതുപോലെ കപ്ലാൻ ടർബൈനുമാണ് അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നതാണ് ഇമ്പൾസ് ടർബൈനും റിയാക്ഷൻ ടർബൈനും. കംപ്ലീറ്റ് ഹൈഡ്രോളിക് എനർജി കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ടഡ് ആകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ടർബൈൻ ആണ് ഇമ്പൾസ് ടർബൈൻ. അല്ല ഒരു പോർഷൻ ഓഫ് എനർജി മാത്രമാണ് കൺവേർട്ടഡ് ആകുന്നുള്ളൂ എങ്കിൽ അതാണ് റിയാക്ഷൻ ടർബൈൻ. ദ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് അക്കോർഡിംഗ് ടു ദി ഡയറക്ഷൻ ഓഫ് ഫ്ലോ ത്രൂ റണ്ണർ. റണ്ണറിലേക്കുള്ള ഫ്ലോയുടെ ഡയറക്ഷൻ എങ്ങനെയാണോ അതിന് അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻസ് ആണ് ടാൻജൻഷ്യൽ ഫ്ലോ, റേഡിയൽ ഫ്ലോ, ആക്സിയൽ ഫ്ലോ, മിക്സസ് ഫ്ലോ. അപ്പോൾ ടാൻജൻഷ്യൽ ഫ്ലോ എന്ന് പറയുകയാണെങ്കിൽ റണ്ണറിലേക്ക് വാട്ടർ എൻ്റർ ചെയ്യുന്നത് ടാൻജൻഷ്യലി ആയിരിക്കും. അപ്പോൾ റണ്ണർ എന്ന് പറയുന്നത് ടർബൈനകത്തുള്ള ഒരു പാർട്ടാണ്. ആ പാർട്ടിലേക്ക് നമ്മുടെ വാട്ടർ എൻ്റർ ചെയ്യുന്നത് ടാൻജൻഷ്യലി ആണ്. ഈ റേഡിയലി ആണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ റേഡിയൽ ഫ്ലോ, ആക്സിയലി ആണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ ആക്സിയൽ ഫ്ലോ. ഇനി റേഡിയലി ഇൻലെറ്റിലൂടെ എൻ്റർ ചെയ്യുന്നത് റേഡിയലി ആണ്. ഇനി എക്സിറ്റ് ആകുന്നത് പുറത്തേക്ക് വരുന്നത് ആക്സിയലി ആണെന്നുണ്ടെങ്കിൽ മിക്സഡ് ഫ്ലോ ആണ് പറയാം. എൻ്റർ ചെയ്യുന്നത് റേഡിയലി ആണ്, എക്സിറ്റ് ചെയ്യുന്നത് ആക്സിയലി ആണെന്നുണ്ടെങ്കിൽ അതിനെ മിക്സഡ് ഫ്ലോ എന്ന് പറയുന്നു. ഓക്കെ, അതാണ് ഒരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ദെൻ ഹെഡ് വെച്ചുള്ള ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അക്കോർഡിംഗ് ടു ഹെഡ് അവൈലബിൾ, ലോ ഹെഡ്, മീഡിയം ഹെഡ് ആൻഡ് ഹൈ ഹെഡ്. ഒരു മിനിറ്റ്, ഒരു കറക്ഷൻ ഉണ്ട് പറയും. According to the head available at the inlet, low head, medium head and high head. Head അനുസരിച്ചിട്ടുള്ള ഇൻലെറ്റിലെ ഹെഡ് അനുസരിച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണത്. ഹെഡ് വെച്ച് നമ്മൾ പറയുമ്പോൾ ഹൈ ഹെഡ്, ലോ ഹെഡ് ടർബൈൻ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ ഹെഡ് ഈസ് ലെസ് ദാൻ 30 മീറ്റർ ആണെന്നുണ്ടെങ്കിൽ, ഹെഡ് ഈസ് ലെസ് ദാൻ 30 മീറ്റർ, ഇതൊന്ന് കറക്റ്റ് ചെയ്യാം കേട്ടോ. ലെസ് ദാൻ 30 മീറ്റർ ആണെന്നുണ്ടെങ്കിൽ ഇത് 30 എന്നാക്കാം കേട്ടോ. ലെസ് ദാൻ 30, ഈ കറക്ഷന് ലെസ് ദാൻ 30 മീറ്റർ ആണെന്നുണ്ടെങ്കിൽ അത് ലോ ഹെഡ്. എക്സാമ്പിൾ കപ്ലാൻ ടർബൈൻ. ഇനി മീഡിയം ആണെന്നുണ്ടെങ്കിൽ 30 to 150 ആണ്. 30 to 150, 30 to ഇത് 150 ആണെന്നുണ്ടെങ്കിൽ അത് മീഡിയം ഹെഡ്. എക്സാമ്പിൾ ഫ്രാൻസിസ് ടർബൈൻ. ദെൻ ഹൈ ഹെഡ് എന്ന് പറയുന്നത് 150, ഗ്രേറ്റർ ദാൻ 150 ആണെന്നുണ്ടെങ്കിൽ അത് ഹൈ ഹെഡ്, പെൽട്ടൺ വീൽ. ഓക്കെ, ദെൻ അക്കോർഡിംഗ് ടു സ്പെസിഫിക് സ്പീഡ് ഓഫ് ടർബൈൻ. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് സ്പെസിഫിക് സ്പീഡ് ഓഫ് ടർബൈൻ.
അക്കോർഡിംഗ് ടു സ്പെസിഫിക് സ്പീഡ്. സ്പെസിഫിക് സ്പീഡ്. അപ്പൊ സ്പെസിഫിക് സ്പീഡ് എന്താന്ന് എഴുതി വെച്ചോളൂ. സ്പീഡ് അറ്റ് വിച്ച് speed at which turbine runs under unit head and develops unit power. യൂണിറ്റ് ഹെഡിൽ റൺ ചെയ്ത് യൂണിറ്റ് പവർ ഉണ്ടാക്കാൻ വേണ്ടി എത്ര സ്പീഡ് വേണോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്പെസിഫിക് സ്പീഡ് എന്ന് പറയുന്നത്. അപ്പൊ ആ സ്പെസിഫിക് സ്പീഡ് വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് എന്ത്, ലോ സ്പെസിഫിക് സ്പീഡ് ടർബൈൻ, മീഡിയം സ്പെസിഫിക് സ്പീഡ് ടർബൈൻ, ഹൈ സ്പീഡ് സ്പെസിഫിക് ടർബൈൻ. ഇനി ലെസ് ദാൻ 60 ആണെന്നുണ്ടെങ്കിൽ അതാണ് ലോ സ്പെസിഫിക് സ്പീഡ്, അതാണ് പെൽട്ടൺ വീൽ ടർബൈൻ. ഇനി മീഡിയം ആണെന്നുണ്ടെങ്കിൽ 60 to 300, അതിനിടയ്ക്കാണെന്നുണ്ടെങ്കിൽ മീഡിയം, അതിനാണ് എക്സാമ്പിൾ ആണ് ഫ്രാൻസിസ് ടർബൈൻ. ഇനി ഹൈ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 300 ആണെന്നുണ്ടെങ്കിൽ അതിന് എക്സാമ്പിൾ ആണ് കപ്ലാൻ ടർബൈൻ. Okay, then നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്, ഇപ്പോൾ ക്ലാസിഫിക്കേഷൻ കംപ്ലീറ്റഡ് ആയി, ഇത് എഴുതിയെടുത്തല്ലോ അല്ലേ. നെക്സ്റ്റ് നമുക്കിനി 3 ടർബൈൻസ് ഉണ്ട്. പെൽട്ടൺ വീൽ ടർബൈൻ, ഫ്രാൻസിസ് ടർബൈൻ, കപ്ലാൻ ടർബൈൻ. ഈ 3 ടർബൈൻസ് ആണ് നമ്മൾ ഇനി നോക്കുന്നത്. അതിലെ ഫസ്റ്റ് പെൽട്ടൺ വീൽ ടർബൈൻ. പെൽട്ടൺ വീൽ ടർബൈൻ്റെ ഫിഗർ ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ലൈൻ ഡയഗ്രാം ആണ് കാണിച്ചിട്ടുള്ളത്. ഇതിനകത്തൊരു കേസിങ് കാണിച്ചിട്ടുണ്ട്, റണ്ണർ, ഇതിനകത്ത് വെയിൻസ് ഉണ്ട്, അതുപോലെ ഇവിടെ ഒരു പെൻ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ ഹൈഡ്രോ ഇലക്ട്രിക് ലേഔട്ട് പഠിച്ച് ഓർക്കുന്നുണ്ടോ നിങ്ങൾ പണ്ട്? അപ്പോൾ അതിൽ നിന്ന് പെൻ സ്റ്റോക്ക് ഓർക്കുന്നില്ലേ? ഇപ്പോൾ ഒരു ഡാം ഉണ്ടായിരുന്നു, ആ ഡാമിൽ നിന്ന് നമ്മളൊരു പെൻ സ്റ്റോക്ക് വഴി വെള്ളം കൊണ്ടുവന്നിരുന്നു. അപ്പോൾ പെൻ സ്റ്റോക്കിൻ്റെ അറ്റത്തൊരു നോസിൽ വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ നോസിലിനുള്ളിലൂടെ വെള്ളം പുറത്തോട്ട് കടത്തിവിടും. അപ്പോൾ ആ നോസിൽ നിന്ന് വരുന്നത് ജെറ്റ് ഓഫ് വാട്ടർ ആണ് അല്ലേ. അപ്പോൾ ഈ ജെറ്റ് ഓഫ് വാട്ടർ എന്തുണ്ടാകും, ഈ വെയിൻസിൽ ഇങ്ങനെ വന്ന് തട്ടും. അപ്പോൾ ഈ വെയിൻസ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. കറങ്ങുന്നതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? അപ്പോൾ ഈ ജെറ്റ് ഓഫ് വാട്ടർ ഇവിടെ വന്ന് കറങ്ങുമ്പോൾ ഈ ടർബൈൻ കറങ്ങുകയാണ് ചെയ്യുന്നത് അല്ലേ. അതായത് ഈ ഹൈഡ്രോളിക് എനർജീനെ നമ്മളവിടെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അത് ആ കറങ്ങുന്നതിന്റെ ശക്തിയിൽ അവിടെ ജനറേറ്റർ വർക്ക് ചെയ്യും. അങ്ങനെയാണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പെൽട്ടൺ വീൽ ടർബൈൻ എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിൾ ആണെന്നാണ് നമ്മൾ പഠിച്ചത്? ഒരു ഇമ്പൾസ് ടർബൈന് എക്സാമ്പിൾ ആണ്. ഇമ്പൾസ് ടർബൈൻ എന്താണെന്നാണ് പഠിച്ചത്? അതായത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഹൈഡ്രോളിക് എനർജീനെയും നമ്മൾ അപ്പോൾ തന്നെ ഒരു കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് മാത്രമല്ല, റണ്ണറിലേക്ക് ടാൻജന്റ് ആയിട്ടാണ് വാട്ടർ എൻ്റർ ചെയ്യുന്നത്. മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ഒരു ഇമ്പൾസ് ടർബൈൻ ആണ് പെൽട്ടൺ വീൽ ടർബൈൻ. ഇത് ഹൈ ഹെഡ് ടർബൈൻ ആണ്. എന്തെന്ന് പറയുന്നത്?
പെൽട്ടൺ വീൽ ടർബൈൻ. അപ്പോൾ ഈ പെൻസ്റ്റോക്കിലൂടെ വാട്ടർ എൻ്റർ ചെയ്തിട്ട് ഈ റണ്ണറിലേക്ക് ജെറ്റിന്റെ ഫോമിലാണ് വാട്ടർ എൻ്റർ ചെയ്യുന്നത്. കണ്ടോ? അപ്പൊ ഇതിലൂടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ വന്ന് തട്ടുമ്പോൾ എന്താ സംഭവിക്കുക? ഇതിങ്ങനെ കടന്ന് ഇങ്ങനെ ശക്തിയായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും, സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കും അല്ലേ? അപ്പോൾ അങ്ങനെ കറങ്ങുന്നതിന്റെ ഫലമായിട്ട് എന്താ സംഭവിക്കുക? ജനറേറ്റർ വർക്ക് ചെയ്തിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ എഫിഷ്യൻസി 84% ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതിന്റെ താഴെ ടെയിൽ റൈസ് ഉണ്ടായിരിക്കും. ഇവിടെ ആയിരിക്കും, ഇവിടെ ആ വന്ന് വീഴുന്ന വെള്ളം അതെ ഇവിടെയാണ് കളക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ആയിരിക്കും ആ വന്ന് വീഴുന്ന വെള്ളം നമ്മളിവിടെ കളക്ട് ചെയ്യും. ഇതാണ് ഒരു പെൽട്ടൺ വീൽ ടർബൈൻ്റെ ലൈൻ സ്കെച്ച്. ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫിഗർ വരയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഒരു ഇമ്പൾസ് ടർബൈനും ഓക്കെ, ഇതിലേക്ക് വരാം. അതിനു മുന്നേ നമുക്ക് എന്താണ് ഫ്രാൻസിസ് ടർബൈൻ എന്ന് നോക്കാം. ഫ്രാൻസിസ് ടർബൈൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ബോത്ത് ഇമ്പൾസ് ആൻഡ് റിയാക്ഷൻ ടർബൈൻ. ഇമ്പൾസ് ടർബൈനിന്റെയും അതുപോലെ റിയാക്ഷൻ ടർബൈനിന്റെയും കോമ്പിനേഷൻ ആണ് എന്ത്? ഫ്രാൻസിസ് ടർബൈൻ. അതിനായത് ഇതിന്റെ where the blades rotate using both the reaction and the impulse force of water flowing through them, producing electricity more efficiently. ഇമ്പൾസ് ടർബൈന്റെയും റിയാക്ഷൻ ടർബൈന്റെയും കോമ്പിനേഷനെയാണ് നമ്മൾ ഫ്രാൻസിസ് ടർബൈൻ എന്ന് പറയുന്നത്. അതായത് വാട്ടർ, ഇതിനകത്തേക്ക് വാട്ടർ എൻ്റർ ചെയ്യുന്നത് റേഡിയൽ ഡയറക്ഷനിലാണ്, പക്ഷേ ഇതിനകത്ത് നിന്ന് പുറത്തോട്ട് പോകുന്നത് ആക്സിയൽ ഡയറക്ഷനിലാണ്. വാട്ടർ ഉള്ളിലേക്ക് കയറുന്നത് റേഡിയൽ ഡയറക്ഷനിലും പക്ഷെ പുറത്തോട്ട് പോകുന്നത് ആക്സിയൽ ഡയറക്ഷനിലുമാണ്. ക്ലിയർ ആയോ? പിന്നെ ഓൺലി എ പാർട്ട് ഓഫ് നെറ്റ് ഹെഡ് ഈസ് ട്രാൻസ്ഫോംഡ് ഇൻ ടു കൈനറ്റിക് എനർജി അറ്റ് ഇൻലെറ്റ്. ആൻഡ് ഒരു പാർട്ട് ഓഫ് ഹെഡ് മാത്രമാണ് കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ടഡ് ആകുന്നത്. ബാക്കിയുള്ളതെല്ലാം പ്രഷർ എനർജി ആയിട്ട് അവിടെ റെസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇൻലെറ്റും എക്സിറ്റും തമ്മിലൊരു പ്രഷർ ഡിഫറൻസ് ഡെവലപ്പ് ചെയ്യും. ആ പ്രഷർ ഡിഫറൻസിന് നമ്മൾ പറയുന്ന പേരാണ് റിയാക്ഷൻ പ്രഷർ. ആ പ്രഷർ ഡിഫറൻസിന് പറയുന്ന പേരാണ് റിയാക്ഷൻ പ്രഷർ. ഈ റിയാക്ഷൻ പ്രഷർ എന്ന് പറയുന്നത്, ഇപ്പൊ ഈ റിയാക്ഷൻ പ്രഷർ എന്ന് പറയുന്നത് നമ്മുടെ ഈ ടർബൈൻ്റെ റണ്ണിങ്ങിന് റെസ്പോൺസിബിൾ. ഈ റിയാക്ഷൻ പ്രഷർ ഉള്ളത് കൊണ്ടാണ് ഈ ടർബൈൻ വർക്ക് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഫ്രാൻസിസ് ടർബൈൻ വർക്ക് ചെയ്യുന്നത് ഈ റിയാക്ഷൻ പ്രഷർ ഉള്ളത് കൊണ്ടാണ്. ഈ ഫ്രാൻസിസ് ടർബൈൻ എന്ന് പറയുന്നത് മീഡിയം ഹെഡിനാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അതായത് ഹെഡ് ലെസ് ദാൻ 150 മീറ്റേഴ്സ്, ആ കേസിലൊക്കെ ആണെന്നുണ്ടെങ്കിലാണ് നമ്മൾ ഫ്രാൻസിസ് ടർബൈൻ യൂസ് ചെയ്യുന്നത്. കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഹെഡ് ലെസ് ദാൻ 150 മീറ്റേഴ്സിന്റെ കേസിലായിരിക്കുമ്പോഴാണ് യൂസബിൾ ആയിട്ടുള്ളത്. ഇതാണ് ഒരു ഫ്രാൻസിസ് ടർബൈൻ്റെ ലൈൻ സ്കെച്ച്. ഇതിലൊരു മെയിൻ ഷാഫ്റ്റ് ഉണ്ട്, റണ്ണർ, റെഗുലേറ്റിംഗ് റോഡ്, സ്ക്രോൾ കേസിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഇത്രയും ഭാഗങ്ങളാണുള്ളത്. ഈ ഒരു ലൈൻ സ്കെച്ച് കൂടെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ഡീപ്പായിട്ട് ഒന്നും അറിഞ്ഞിരിക്കേണ്ട, അതിൻ്റെ ജസ്റ്റ് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്താണെന്ന് മാത്രം അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പോൾ പെൽട്ടൺ വീൽ ടർബൈനും ഫ്രാൻസിസ് ടർബൈനും കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് നോക്കുക എന്താണ് കപ്ലാൻ ടർബൈൻ എന്ന് നോക്കുക. കപ്ലാൻ ടർബൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ആക്സിയൽ ഫ്ലോ റിയാക്ഷൻ ടർബൈൻ ആണ്. കപ്ലാൻ ടർബൈൻ എന്ന് പറയുന്നത് അതൊരു ആക്സിയൽ ഫ്ലോ റിയാക്ഷൻ ടർബൈൻ ആണ് വിത്ത് അഡ്ജസ്റ്റബിൾ ബ്ലേഡ്സ്. ഇതിനകത്തൊരു അഡ്ജസ്റ്റബിൾ ബ്ലേഡ്സ് കൂടെ ഉണ്ടായിരിക്കും. ഇതാണ് ആ ബ്ലേഡ്സ്. ഇവിടെ ഈ ഫിഗറിനകത്ത് ഇവിടെ കാണിച്ചിട്ടുള്ള ഇത് അതിൻ്റെ ബ്ലേഡ്സ് ആണ്. അത് അഡ്ജസ്റ്റബിൾ ആണ്. ആക്സിയൽ ഫ്ലോ ആണ്, റിയാക്ഷൻ ടർബൈൻ ആണ്. 1913 വിക്ടർ കപ്ലാൻ ആണ് അത് ഇൻവെന്റ് ചെയ്തത്. വിക്ടർ കപ്ലാൻ ആണ് 1913 അത് ഇൻവെന്റ് ചെയ്തത്.
പിന്നെ ഇത് ശ്രദ്ധിക്കേണ്ടത് ലോ ഹെഡ് ആണ്. ഓക്കെ, ഹൈ ഫ്ലോ റേറ്റ്സിൽ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, ഫ്രാൻസിസ് ടർബൈൻ യൂസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ ലോ ഹെഡിൽ ഹൈ ഫ്ലോ റേറ്റ്സിൽ നമുക്ക് കപ്ലാൻ ടർബൈൻസ് യൂസ് ചെയ്യാൻ പറ്റും. ലോ ഹെഡ് ആണെന്ന് ഓർത്തിരിക്കുക. ലോ ഹെഡ് ആണ് കപ്ലാൻ ടർബൈനിന്. 10 to 70 മീറ്റേഴ്സ് ഹെഡിൽ മാത്രമേ അത് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ എൽബോ ഡ്രാഫ്റ്റ് ട്യൂബ് ആണ് സാധാരണ നമ്മൾ കപ്ലാൻ ടർബൈൻസിൽ യൂസ് ചെയ്യുക. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇത് ടെയിൽ റൈസ് ആണല്ലോ അല്ലേ. ഈ ടെയിൽ റൈസിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു പൈപ്പില്ലേ, ഈ പൈപ്പിനെയാണ് നമ്മൾ ഡ്രാഫ്റ്റ് ട്യൂബ് എന്ന് പറയുന്നത്. ഈ ഡ്രാഫ്റ്റ് ട്യൂബ് എന്ന് പറയുന്നത് എൽബോ ഡ്രാഫ്റ്റ് ട്യൂബ് ആണ്. നമ്മൾ കപ്ലാൻ ടർബൈനിൽ യൂസ് ചെയ്യുന്നത് എൽബോ ഡ്രാഫ്റ്റ് ട്യൂബ് ആണ്. ഇതിന്റെ വർക്കിംഗ് ഹെഡ് എന്ന് പറയുന്നത്, എഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കിംഗ് ഹെഡ് എന്ന് പറയുന്നത് 10 to 70 മീറ്റേഴ്സ് ആണ്. ഓക്കെ, വിക്ടർ കപ്ലാനാണ് അത് ഇൻവെന്റ് ചെയ്തത്. അതിന്റെ ലൈൻ സ്കെച്ചാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. ഇപ്പൊ നമ്മള് 3 ടർബൈൻസും പറഞ്ഞു കഴിഞ്ഞു. ഫെൽട്ടൺ വീല്, ഫ്രാൻസിസ് ടർബൈൻ, കപ്ലാൻ ടർബൈൻ. ദെൻ ഇമ്പൾസ് ടർബൈനും റിയാക്ഷൻ ടർബൈനും ഇതൊരിക്കൽ ചോദിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. ഡിഫറൻസ് ബിറ്റ്വീൻ ഇമ്പൾസ് ടർബൈൻ ആൻഡ് റിയാക്ഷൻ ടർബൈൻ. വളരെ എളുപ്പമുള്ള ഒരു 6 പോയിന്റ്സ് മാത്രമേ ഞാനിത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. പഠിക്കാനായിട്ട് ശ്രമിക്കുക. എന്തായിരുന്നു ഇമ്പൾസ് ടർബൈനും റിയാക്ഷൻ ടർബൈനും തമ്മിലുള്ള വ്യത്യാസം? ആദ്യത്തെ പോയിന്റ് തന്നെ നമുക്കറിയാലോ. ഇമ്പൾസ് ടർബൈൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഹൈഡ്രോളിക് എനർജിയും കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ടഡ് ആവും അല്ലേ. പക്ഷെ റിയാക്ഷൻ ടർബൈൻ ആണെന്നുണ്ടെങ്കിലോ അതിന്റെ ചെറിയൊരു പോർഷൻ മാത്രമാണ് കൈനറ്റിക് എനർജി ആയിട്ട് ആദ്യം കൺവേർട്ടഡ് ആവുക അല്ലേ. പിന്നെ അത് ബാക്കിയുള്ളത് പ്രഷർ എനർജി ആയിട്ട് അവിടെ റെസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ ഇമ്പൾസ് ടർബൈൻ്റെ കേസിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള കേസിങ് അത്യാവശ്യം അല്ല. പക്ഷെ റിയാക്ഷൻ ടർബൈൻ ആണെന്നുണ്ടെങ്കിലോ അത് എസെൻഷ്യൽ ആണ്. ഇനി ഇമ്പൾസ് ടർബൈന് നമുക്ക് ഡ്രാഫ്റ്റ് ട്യൂബിന്റെ ആവശ്യം ഇല്ല. പക്ഷെ റിയാക്ഷൻ ടർബൈന് ഡ്രാഫ്റ്റ് ട്യൂബിന്റെ ആവശ്യമുണ്ട്. ഇമ്പൾസ് ടർബൈൻ ഒരു എക്സാമ്പിൾ അല്ലേ നമ്മൾ പെൽട്ടൺ വീല് പഠിച്ചത്. ഇമ്പൾസ് ടർബൈന് പെൽട്ടൺ വീല് പഠിച്ചപ്പോൾ ഇവിടെ ഡ്രാഫ്റ്റ് ട്യൂബ് ഉണ്ടായിരുന്നോ? ഇവിടെ ആയിരുന്നു ടെയിൽ റൈസ് അല്ലേ. ടെയിൽ റൈസിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന ട്യൂബ് അല്ലേ ഡ്രാഫ്റ്റ് ട്യൂബ്. നേരത്തെ പറഞ്ഞില്ലേ പെൽട്ടൺ വീലിൽ നിന്ന് ടെയിൽ റൈൽസിലേക്ക് വെള്ളം കൊണ്ടുപോകാനുള്ള പൈപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞേ ഡ്രാഫ്റ്റ് ട്യൂബ് എന്ന് പറഞ്ഞത്. നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷെ പെൽട്ടൺ വീലിനകത്ത് ഡ്രാഫ്റ്റ് ട്യൂബ് ഉണ്ടായിരുന്നോ? പക്ഷെ നിങ്ങൾക്ക് കപ്ലാൻ ടർബൈൻ കാണിച്ചപ്പോൾ ഇവിടെ നോക്കി ഡ്രാഫ്റ്റ് ട്യൂബ് ടെയിൽ റൈൽസിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഇവിടെ ഈ ഒരു സാധനം കണ്ടില്ലേ, ഇതിനെയാണ് ഡ്രാഫ്റ്റ് ട്യൂബ് എന്ന് പറയുന്നത്. ഇവിടെയും കാണിച്ചു തന്നിരുന്നു കണ്ടോ. എൽബോ ഷേപ്പിലുള്ള ഡ്രാഫ്റ്റ് ട്യൂബ് വേണമെന്ന് പറഞ്ഞില്ലേ. ഈ കപ്ലാൻ ടർബൈൻ എന്താണ്? റിയാക്ഷൻ ടർബൈൻ ആണ്. അപ്പൊ റിയാക്ഷൻ ടർബൈന്റെ കേസിൽ എന്ത് വേണം? ഡ്രാഫ്റ്റ് ട്യൂബ് അത്യാവശ്യമാണ്. പിന്നെ ഇമ്പൾസ് ടർബൈന് എഫിഷ്യൻസി കുറവാണ്, റിയാക്ഷൻ ടർബൈന് എഫിഷ്യൻസി കൂടുതലാണ്. പിന്നെ ഇമ്പൾസ് ടർബൈൻ എന്ന് പറയുന്നത് ഹൈ ഹെഡിലാണ് യൂസ് ചെയ്യുക. ഹൈ ഹെഡ് ആകുമ്പോൾ ലെസ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ റിക്വയർഡ്. റിയാക്ഷൻ ടർബൈൻ എന്ന് പറയുന്നത് ലോ ഹെഡ് ആണ്. റിയാക്ഷൻ ടർബൈൻ എന്ന് പറയുന്നതാണ് കപ്ലാൻ ടർബൈൻ. കപ്ലാൻ ടർബൈന്റെ ഹെഡ് എത്രയായിരുന്നു? 10 to 70 മീറ്റേഴ്സ്. അത് ഓർക്കുക കേട്ടോ. ദെൻ ഇമ്പൾസ് ടർബൈന്റെ കേസിൽ ഇറ്റ് ഈസ് ഈസി ടു റെഗുലേറ്റ് ഫ്ലോ വിത്തൗട്ട് ലോസ്. റിയാക്ഷൻ ടർബൈൻ ആണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു റെഗുലേറ്റ് ഫ്ലോ വിത്തൗട്ട് ലോസ്. അതായത് ഇമ്പൾസ് ടർബൈൻ എന്ന് പറയുന്നത് ലോസ് ഒന്നും ഇല്ലാതെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. പക്ഷെ റിയാക്ഷൻ ടർബൈൻ എന്ന് പറയുന്നത് ലോസസ് ഇല്ലാതെ ഫ്ലോ റെഗുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഇത്രയാണ് ഇമ്പൾസ് ടർബൈനും റിയാക്ഷൻ ടർബൈനും തമ്മിലുള്ള ഡിഫറൻസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഡ്രാഫ്റ്റ് ട്യൂബാണ്. ഡ്രാഫ്റ്റ് ട്യൂബ് എന്താണ്? നമ്മൾ കപ്ലാൻ ടർബൈൻ്റെ ഫിഗറിനകത്ത് പറഞ്ഞിരുന്നു. എന്താണ്? നമ്മുടെ ടർബൈനിൽ നിന്ന് ടർബൈൻ്റെ പ്രവർത്തനം എല്ലാം കഴിഞ്ഞതിന് ശേഷം വരുന്ന വെള്ളത്തിനെ ടെയിൽ റൈസിലേക്ക് എത്തിക്കുന്ന ആ പൈപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡ്രാഫ്റ്റ് ട്യൂബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എ പൈപ്പ് ഓഫ് ഗ്രാജുവലി ഇൻക്രീസിങ് ഏരിയ which connects the outlet of the runner to the tail race. അതിനെയാണ് നമ്മൾ ഡ്രാഫ്റ്റ് ട്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ ടർബൈൻ്റെ ഔട്ട്ലെറ്റിൽ നിന്ന് ടെയിൽ റൈസിലേക്ക് കണക്ട് ചെയ്യുന്ന
ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുന്ന പൈപ്പിനെയാണ് നമ്മൾ ഏരിയ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുന്ന പൈപ്പിനെയാണ് നമ്മൾ ഡ്രാഫ്റ്റ് ട്യൂബ് എന്ന് പറയുന്നത്. അതെന്തിനാ യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡിസ്ചാർജിങ് വാട്ടർ ഫ്രം ദി എക്സിറ്റ് ഓഫ് ദി ടർബൈൻ ടു ദി ടെയിൽ റേസ്. ടർബൈൻ്റെ എക്സിറ്റിൽ നിന്ന് ടെയിൽ റേസിലേക്ക് വാട്ടറിനെ ഡിസ്ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഡ്രാഫ്റ്റ് ട്യൂബ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെ ടൈപ്പ് ഡ്രാഫ്റ്റ് ട്യൂബാണ് ഉള്ളത്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡ്രാഫ്റ്റ് ട്യൂബ് അവൈലബിൾ ആണ്. അതിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡ്രാഫ്റ്റ് ട്യൂബ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? സ്ട്രെയിറ്റ് ഡൈവേർജന്റ് ട്യൂബ്, അതാണ് ഒന്നാമത്തേത്. ഓക്കെ, സ്ട്രെയിറ്റ് ഡൈവേർജന്റ് ട്യൂബ്. ഒന്നാമത്തെ ഫിഗർ കാണിച്ചു തരുന്നത് എന്താണ്? സ്ട്രെയിറ്റ് ഡൈവേർജന്റ് ട്യൂബ്. ദെൻ സെക്കൻഡ് ഫിഗർ കാണിച്ചു തരുന്നതാണ് സ്ട്രെയിറ്റ് എൽബോ ട്യൂബ്. ദെൻ തേർഡ് വൺ കാണിച്ചിരുന്നതാണ് മൂഡി സ്പ്രേഡിംഗ് ട്യൂബ്. ദെൻ ഫോർത്ത് വൺ ആണ് എൽബോ ടൈപ്പ്, ഹാവിംഗ് സർക്കുലർ ക്രോസ് സെക്ഷൻ അറ്റ് ഇൻലെറ്റ് ആൻഡ് റെക്ടാങ്കുലർ ഷേപ്പ് അറ്റ് ഔട്ട്ലെറ്റ്. നമ്പർ ഇട്ടത് നോക്കാം കേട്ടോ. ഒന്നാമത്തേത് എന്ന് പറയുന്നത് ഫിഗറിൽ ഒന്നാമത്തെ. ഓക്കെ, ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ഇത്. രണ്ടാമത്തെ എന്ന് പറയുന്നത് ദേ ഇത്. മൂന്നാമത്തെ എന്ന് പറയുന്നത് ദേ ഇത്. നാലാമത്തേത് ഇത്. ഓക്കെ, ഇത്രയും ടൈപ്പ് ഓഫ്. നാലാമത്തെ എന്ന് പറയുന്നത് എന്താണ്? എൻട്രൻസിൽ എന്താണ് ക്രോസ് സെക്ഷൻ? സർക്കുലർ ക്രോസ് സെക്ഷൻ ആണ്. പക്ഷെ ഔട്ട്ലെറ്റിലെ ക്രോസ് സെക്ഷൻ എങ്ങനെയാണ്? റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ആണ്. അപ്പോൾ ഇത്രയും ടൈപ്പ് ഓഫ് ഡ്രാഫ്റ്റ് ട്യൂബുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ടർബൈൻ്റെ കേസിൽ പഠിക്കാനുള്ളത്. അപ്പോൾ എന്താണ് ടർബൈൻ, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണ്, ടർബൈൻ എന്താണെന്ന് നോക്കി അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണ്. എനർജി അറ്റ് ഇൻലെറ്റിൽ അനുസരിച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ: ഇമ്പൾസ് ടർബൈൻ, റിയാക്ഷൻ ടർബൈൻ. അക്കോർഡിംഗ് ടു ഡയറക്ഷൻ ഓഫ് ഫ്ലോ: ടാൻജൻഷ്യൽ, റേഡിയൽ, ആക്സിയൽ, മിക്സഡ്. അക്കോർഡിംഗ് ടു ഹെഡ് അവൈലബിൾ അറ്റ് ഇൻലെറ്റ്: ലോ ഹെഡ്, മീഡിയം ഹെഡ്, ഹൈ ഹെഡ്. According to specific speed of turbine: low specific speed, medium specific speed, high specific speed. Then Pelton wheel turbine എന്താണ്, അതിൻ്റെ ലൈൻ സ്കെച്ച്. ദെൻ ഇമ്പൾസ് ടർബൈനും റിയാക്ഷൻ ടർബൈനും തമ്മിലുള്ള ഡിഫറൻസ്. കപ്ലാൻ ടർബൈൻ എന്താണ്, അതിൻ്റെ ലൈൻ സ്കെച്ച്. ഫ്രാൻസിസ് ടർബൈൻ എന്താണ്, അതിൻ്റെ ലൈൻ സ്കെച്ച്. ഡ്രാഫ്റ്റ് ട്യൂബ് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡ്രാഫ്റ്റ് ട്യൂബ് എന്തൊക്കെയാണ്. ഇത്രയും കാര്യങ്ങൾ ഇന്നിപ്പോൾ നമ്മൾ പഠിപ്പിച്ചതിൽ പെൽട്ടൺ വീൽ മാത്രമേ ചോദിച്ച് കാണാത്തതുള്ളൂ. ബാക്കിയെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ എല്ലാം എന്താണെന്ന് നോക്കുക. ഞാൻ ഏറ്റവും ഷോർട്ടായിട്ടാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്, ഏറ്റവും ഷോർട്ടായിട്ടേ പഠിപ്പിച്ചിട്ടുള്ളൂ. അപ്പോൾ എല്ലാറ്റിൻ്റെയും നോട്ട് എഴുതിയെടുക്കുക. വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നോട്ട് എഴുതിയിട്ട് നോട്ട് സബ്മിറ്റ് ചെയ്തിട്ട് നോട്ട് സമയത്തിനുള്ളിൽ സബ്മിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.